ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത സംവിധായകനായി പ്രിയദർശൻ മാറുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അക്ഷയ് കുമാറിന്റെ പടമാണ്. ആ പടം കഴിഞ്ഞ് ഒരു പടം കൂടി ഹിന്ദിയിൽ ഡയറക്റ്റ് ചെയ്താൽ ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ പടം ചെയ്ത ഡയറക്ടറായി മാറും. അതായത് ഹിന്ദി സിനിമയിൽ പടം ചെയ്ത അന്യസംസ്ഥാന ഡയറക്ടർ എന്നല്ല, അന്യഭാഷ ഡയറക്ടർ എന്നല്ല, ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ പടം ചെയ്ത ഡയറക്ടറായി പ്രിയദർശൻ മാറും. അത്രയും വലിയ ഒരു മനുഷ്യനാണ് നമുക്ക് വേണ്ടി, അതും തികച്ചും സൗജന്യമായി. അത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ പ്രിയദർശൻ ഒരുമിച്ച് സിനിമയിൽ വന്ന കാലത്ത് എന്നെ സിനിമയിൽ കൊണ്ടുപോയി എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്ന പ്രിയദർശനാണ്. ഞാൻ വെളുതേക്കാട് വീട്ടിൽ താമസിക്കുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിലേക്ക് പ്രിയൻ ഓടി വന്നു. എന്നിട്ട് മുറിക്ക് ഡൈനിങ് ഹാളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞു, വളരെ സ്പീഡിൽ വന്നിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ ഉച്ചയ്ക്ക് ഫ്ലൈറ്റിൽ നമുക്ക് മദ്രാസിൽ പോകണം, ഒരു പടമുണ്ട്, നീ രാവിലെ റെഡി ആയിക്കോണം എന്ന് പറഞ്ഞിട്ട് ആ വന്ന പോലെ ഒരു പോക്കം പോയി. വന്ന് കയറി വന്നു, ഇവിടെ വീട്ടിനകത്ത് വന്നു, എന്നോട് പറഞ്ഞു, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ കൂടെ നിൽക്കാനൊന്നും ഇരിക്കാനൊന്നും നിന്നില്ല, തല കത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, നീ നാളെ റെഡി ആയിക്കോണം, നമ്മൾ മദ്രാസിൽ പോകണം, അവിടെ ഒരു പുതിയ പടം തുടങ്ങിയാണ് എവർഷൈന്റെ എന്ന് പറഞ്ഞു. ആരാണ് നായകൻ എന്ന് പോലും ചോദിക്കാൻ പറ്റില്ല. ലാലേട്ടനായിരുന്നു നായകൻ. ചെപ്പ് എന്ന സിനിമയാണ്. അങ്ങനെ മദ്രാസിലേക്ക് എന്നെ ആദ്യമായി കൊണ്ടുപോയ പ്രിയദർശൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിലാണ് താമസിച്ചത്. അന്നല്ല, പാമ്പൂർ ഹോട്ടലിലെ 504 നമ്പർ മുറിയിൽ ഏതാണ്ട് ഒരു 10 കൊല്ലത്തിൽ കൂടെ ഞങ്ങൾ പ്രിയദർശൻ വിവാഹം കഴിച്ചപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത്. പ്രിയദർശന്റെ മുറിയിലാണ് ഞാനും MG ശ്രീകുമാറും എല്ലാം താമസിക്കുന്നത്. ഞാൻ വേറെ മറ്റു പടങ്ങളുടെ ഷൂട്ടിംഗ് എടുക്കുമ്പോൾ ഞാൻ അതേ ഹോട്ടലിൽ തന്നെ വേറെ മുറി എടുക്കും. എന്നാൽ രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ വരും, എല്ലാവരും കൂടി അവിടെയാണ് കിടക്കുന്നത്. പ്രിയദർശൻ MG ശ്രീകുമാറും പലപ്പോഴും റെക്കോർഡിംഗ് വരുമ്പോൾ അന്ന് ഈ ഗായകർക്ക് മുറിയിൽ നിന്ന് എടുത്തു കൊടുത്തില്ല, നടന്മാർക്ക് മാത്രമേ എടുത്തു. അപ്പം വരുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഇരുന്ന് VR ഗോപാലകൃഷ്ണൻ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത്, ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമയുടെ തിരക്കഥ തന്നെയാണ്. അപ്പൊ ഞാൻ പ്രിയനോട് ചോദിച്ചു, ഒരു ദിവസം ഷൂട്ടിംഗ് നാളെ തുടങ്ങിയാണെന്ന് പറഞ്ഞു. ലാൽ നാളെ വരും, നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ വരുന്നത് കാത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ എന്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അപ്പൊ ഒരു ദിവസം പറഞ്ഞു, നീ ആ ഗോപാലകൃഷ്ണൻ എഴുതുന്ന സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് വായിക്കണം. ഞാൻ പറഞ്ഞാൽ വായിക്കാൻ. അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രധാന വില്ലൻ രഞ്ജി എന്നൊരു കഥാപാത്രമാണ്. അപ്പോ അദ്ദേഹം എന്നോട് പ്രിയം പറഞ്ഞു, പ്രിയ എന്റെ റോൾ എന്താണ്, നാളെ ഷൂട്ടിംഗ് എന്റെ റോൾ എന്താണ്? നീയാണ് രഞ്ജി അവതരിപ്പിക്കുന്നത്, നീയാണ് രഞ്ജിയുടെ വേഷം ചെയ്യുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പ്രിയ അത്രയും ഭയങ്കര വില്ലനല്ല, അതൊന്നും കുഴപ്പമില്ല, നീ എന്താ ചെയ്യുന്നത്, നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ആരംഭിച്ചതാണ് സിനിമയിൽ പ്രിയദർശൻ. എന്നെ അതിന് മുമ്പ് രാത്രിയും രാസവസ്തും ഒരു സിനിമയിൽ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രിയദർശനുമായി ഒരുപാട് വർഷത്തെ ബന്ധം, വലിയൊരു ആത്മബന്ധമല്ല. ഒരുമിച്ച് ഒരു റൂമിനുള്ളിൽ 10 വർഷത്തോളം, ഏതാണ്ട് 10 വർഷത്തോളം താമസിച്ചു എന്ന് പറയുന്നത് 95 പ്രിയൻ വിവാഹം കഴിക്കുന്നത്. 95 ഞാൻ അവിടെ നിന്ന് മാറുന്നത്. അതുവരെ ഞങ്ങളൊരു പ്രിയൻ ഫ്ലാറ്റിലേക്ക് മാറി, ഞാൻ അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി, മറ്റു ഹോട്ടലുകളിലേക്കൊക്കെ മാറി. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ആ സ്നേഹബന്ധം, ലാലേട്ടനെ എന്നോടുള്ള ബന്ധം. ഞാൻ ലാലേട്ടനെ കുട്ടിക്കാലം പോലെ അറിയുന്നതാണ്. എന്റെ അച്ഛന്റെ ആത്മസുഹൃത്തായിരുന്നു ലാലേട്ടന്റെ അച്ഛൻ വിശ്വനാഥ് നായർ സാർ. അങ്ങനെ കൊട്ടാരക്കര വീട്ടിൽ വരുമായിരുന്നു. ഇവിടെ പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ അവിടെ കയറുമായിരുന്നു. അന്ന് ലാലേട്ട സിനിമയിലൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ലാലേട്ട സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ സഹോദരി ബിന്ദുവും കൂടി ഇങ്ങനെ പറഞ്ഞു, അമ്മക്ക് മോഹൻലാലിനെ കാണാൻ കൊണ്ടു, വിശ്വനാഥ് നായർ സാറിന്റെ മോനെ കാണാൻ കൊണ്ടുപോകുന്നു ചോദിച്ചു. അപ്പൊ അമ്മ ഒരു ദിവസം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ശാന്തമാമയെ വിളിച്ചു, മോഹൻലാലിന്റെ അമ്മയെ വിളിച്ചു, ലാലേട്ടന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ലാലും ഇവിടെ ഉണ്ട്, ആങ്ങി വാക്കെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഒരു ഷർട്ടൊന്നും ഇടാതെ ഒരു കൈലി മാത്രം കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ മോഹൻലാൽ എന്ന നടനെ കാണാൻ നമുക്ക് പണ്ട് പരിചയമുള്ളത് ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നടനായ മോഹൻലാലിനെ കാണാനായിട്ട് മഞ്ഞ പൂക്കൾ ഇറങ്ങിയ സമയമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത്. എനിക്ക് ഓർക്കുകയാണ് തുടക്കത്തിൽ. അന്നും ഇന്നും എന്നോട് സ്നേഹമാണ്. എന്നെ മോനെ വിളിക്കുള്ളൂ, അത്രയും വലിയ സ്നേഹമാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം വന്ന് വോട്ട് ചോദിക്കാൻ മനസ്സ് കാണിച്ചു എന്ന് പറയുന്നത് എന്നോടുള്ള സ്നേഹ വാത്സല്യം തന്നെയാണ്, മറ്റൊന്നുമല്ല എന്നെനിക്കറിയാം. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നല്ല വേഷം. ഞാൻ ഈ ചെപ്പെന്ന സിനിമ ആലോചിക്കും. കാരണം അതിലെ നായകൻ കുത്തേറ്റ് മരിക്കുകയാണ്, വില്ലന്റെ. ഞാൻ ലാലേട്ടനെ കുത്തി കൊല്ലുകയാണ് കഥയിൽ. മരിച്ചതിന് ശേഷം പടം പിന്നെ 10 മിനിറ്റ് പോകുന്നു. അത്ര ഒരു വേഷം അഭിനയിക്കാൻ അന്ന് രാജാവിന്റെ മകനൊക്കെ വന്ന് സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന ഒരാൾ തയ്യാറാവില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്ഭുതമില്ല, നമുക്ക് അത്ഭുതം തോന്നാം. പക്ഷെ ഇത്രയും വലിയ നടനായി നിൽക്കുമ്പോൾ, ഇത്രയും വലിയ പൊസിഷൻ നിൽക്കുമ്പോൾ KSRTC വേണ്ടി ഒരു പരസ്യം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം ചെയ്തു തന്നത് മാത്രമല്ല, അദ്ദേഹം ആന്റണി പെരുമ്പാവൂരിനെ വിളിച്ചു നന്ദിയോടെ നമ്മൾ പറഞ്ഞു. ആന്റണി പറഞ്ഞു, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം, ഷൂട്ട് ചെയ്ത് കൊടുക്കണം. സിദ്ധുവിനെ ചുമതല ഏൽപ്പിച്ചു. അവിടെ തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. അതിനോടൊപ്പം ആ ഷൂട്ടിങ്ങിനിടെ തന്നെ രാവിലെ 5 ഒരു 5:30 മണിക്ക് അദ്ദേഹം ഷൂട്ടിംഗ് വന്ന് പ്രമോജ് അവിടെ പോയിരുന്നു. പ്രമോജ് കൂടെ ഉണ്ടായിരുന്നു. CMD പ്രമോജ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സിദ്ധു വിളിച്ചു, ലാലേട്ടൻ വന്നു. പ്രിയദർശൻ 5:30 എത്തി. 6 മണിയായപ്പോൾ അദ്ദേഹം എത്തി. 10 മണിക്ക് മുമ്പ് ഇത് ഷൂട്ട് ചെയ്തു. അത്രയും ആത്മാർത്ഥത അദ്ദേഹം കാണിച്ചു. ഞങ്ങൾ ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു. ബാക്കി എല്ലാം പ്രിയൻ തന്നെ ചെയ്യായിരുന്നു.
മുഴുവൻ സംവിധാനങ്ങൾ ഒരുക്കി തന്നത് ആന്റണി പെരുമ്പാവൂരാണ്. ഞാൻ ആന്റണി പെരുമ്പാവൂരിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ലാലേട്ടൻ നമ്മളിതെല്ലാം സംഘടിപ്പിക്കാൻ വലിയ പാടാ, ക്യാമറ ലൈറ്റൊക്കെ സംഘടിപ്പിക്കാൻ പോയ KSRTC ഒരിക്കലും നടക്കത്തില്ല. ലാലേട്ടൻ പറഞ്ഞ ആന്റണി അതങ്ങ് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ചെയ്തത്. അതിൽ ആന്റണി ചുമതലപ്പെടുത്തിയത് സിദ്ധുവിനെയാണ്. സിദ്ധു പോയി വേദിയിലുണ്ട്, ആന്റണിക്ക് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. ലാലേട്ടൻ സിംഗപ്പൂരിലാണ്, അതാണ് അദ്ദേഹം വരാത്തത്. പ്രിയദർശൻ അത്യാവശ്യമായി അക്ഷയകുമാറുമായി സിനിമയിൽ ബോംബെയിലാണ്, അതുകൊണ്ടാണ് വരാത്തത്. ഇന്ന് അപ്പോഴാണ് ഞാൻ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ മനസ്സിന്റെ ഭാഗമായ സ്പീക്കർ തന്നെ ഇത് ലോഞ്ച് ചെയ്യുന്നത്. കാരണം മോഹൻലാലിനെ ഞാനാണ് അദ്ദേഹത്തിന് പരിചയപ്പെട്ടത്. പക്ഷെ അതിനുശേഷം മോഹൻലാൽ എന്റെ കാര്യം പരിചയം സ്പീക്കറോടാണ്. മിക്കവാറും ദിവസവും ലാലേട്ടനെ വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുന്ന ഒരാളായി മാറി. ഷംസീർ എപ്പോഴും നല്ല ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന ആളാണ്. ഞാനാണ് നേരിടുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കിടക്കുമ്പോൾ ഷംസീറിനെ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെ ഷംസീർ ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് അത്രത്തോളം സ്നേഹബന്ധത്തിലായി അവർ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പരസ്യം വരുമ്പോൾ അത് ഷംസീർ തന്നെ ലോഞ്ച് ചെയ്യണം എന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സ്പീക്കറെ അതുകൊണ്ടാണ് ക്ഷണിച്ചത്. അദ്ദേഹം അത് ലോഞ്ച് ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കും. ഞാനിതിന് ഒരു നന്ദി പറയുക എന്നൊരു സംഭവമുണ്ട്. ഇതിനോട് സഹകരിക്കുന്ന മാധ്യമങ്ങളോട്, KSRTC ഉദ്യോഗസ്ഥന്മാരെ, ജീവനക്കാരെ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ശ്രീകാന്ത് മുരളിയാണ് നമുക്കിത് ചിത്രീകരിക്കാൻ പ്രിയദർശനോടൊപ്പം. ശ്രീകാന്ത് മുരളിയാണ് എല്ലാ കാര്യങ്ങളും, ഒരു സെൻസർ ചെയ്ത് വരുന്നവരെ എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് മുരളിയാണ് ചെയ്തത്. പ്രിയദർശനാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രിയദർശനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ ശ്രീകാന്ത് മുരളി എല്ലാ എല്ലാ പ്രിയൻ ഡയറക്ട് ചെയ്തു പോയി കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തതും മറ്റു പല സ്ഥലങ്ങളിലും പോയി പരസ്യത്തിന്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ചതും എല്ലാം ശ്രീകാന്ത് മുരളിയാണ്. സെൻസറിങ്, നമ്മൾ സെൻസർ ചെയ്യണം, തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കാൻ പോകണം. അപ്പൊ സെൻസറിങ് അടക്കം ചെയ്തു തന്ന ശ്രീകാന്ത് മുരളിയാണ്. നന്ദി, അദ്ദേഹത്തോടുള്ള സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കണം. അദ്ദേഹത്തിന് ഒന്നും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തോട് നമ്മൾ നന്ദി അറിയിക്കുകയാണ്. കാരണം പ്രിയദർശൻ ഡയറക്ട് ചെയ്തെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് മുരളിയാണ് ചെയ്തത്. അതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. KSRTCയുടെയും എന്റെ സ്വന്തം നിലയ്ക്കുള്ള നന്ദി പറയുകയാണ്. മാധ്യമങ്ങൾ ഇത് ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം ഈ ഒരു KSRTC ഒരു പൊതുസ്ഥാപനമാണ്, ജനങ്ങളുടെ സ്ഥാപനമാണ്. ആ ജനങ്ങളുടെ സ്ഥാപനം അതിന്റെ ആ ഒരു അന്തസ്സോട് കൂടി കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു താരം KSRTCക്ക് വേണ്ടി ഒരു ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ആഡ് വേണം. കാരണം മോഹൻലാൽ വിശ്വസിക്കുന്ന, അതിനകത്ത് ഈ പരസ്യം കാണുന്നത് മനസ്സിലാവും ഇതൊരു നല്ല സാധനമാണല്ലോ എന്ന് ആരും ചിന്തിക്കും. KSRTC ഐശ്വര്യത്തിന്റെ, കേരളത്തിന്റെ ഐശ്വര്യത്തിന്റെ അടയാളമാണ് എന്ന് നമുക്കിതോടെ മനസ്സിലാവും. അതാണ് പരസ്യത്തിന്റെ ഒരു പൊരുൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.